അപ്പൊ ഇന്ന് ഡേ 3 ആയിട്ട് ഗൈസ് നമ്മള് ജെസ്കി ഓടിക്കാനാണ് പോകുന്നത്. ജെസ്കി കഴിഞ്ഞിട്ടാണ് ഏറ്റവും നമ്മുടെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇന്നത്തെ രാത്രി ട്രഡീഷണൽ സാധനം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു ഗൈസ്. ഇന്ന് നമുക്കൊരു കിടിലം വില്ല തന്നെ ഗൈസ്. ആക്ച്വലി എല്ലാരും സമ്മർ ടൈമാണ് വരുന്നത്, ഞങ്ങളുടെ വിന്റർ ടൈം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ സമ്മർ. ഇവിടെ സമ്മർ എന്ന് വെച്ച് കഴിഞ്ഞാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്താണ് ഇവിടെ സമ്മർ. ഇവിടെ ഈ സമയത്ത് ഭയങ്കര മഴക്കാലം, അതാ ഇവിടെ ടൂറിസ്റ്റ് ഭയങ്കര കുറവ്. ഗൈസ് നമ്മള് വാട്ടർ റൈഡിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ ഫുൾ പാക്കേജ് എടുത്തിട്ടുള്ളൂ. നമ്മൾ ഫുൾ ഇവിടുത്തെ എല്ലാം ചെയ്യുന്നുണ്ട്. ഗൈസ് നമ്മൾ ഏതോ സാധനം ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ് ചെറുതായിട്ട്, കാരണം ഇവിടെ ജെസ്കി ഉണ്ട് ഗൈസ്. ജെസ്കി മാത്രമല്ല, നമ്മൾ കുറെ തീപ്പൊരി പറക്കണ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പൊളിക്ക്. ഇവര് പറഞ്ഞ നോർമൽ ഏജന്റ് വഴി ചെയ്താൽ നിങ്ങൾക്ക് 1 മിനിറ്റൊക്കെ ഇവിടെ സമയം കിട്ടുള്ളൂ ഓരോ റൈഡിന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് കയറിലെ ട്രിപ്സ് ചെയ്ത് തന്നുകൊണ്ട് അവർ പറഞ്ഞ ഗുഡ് ഏജന്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ 10 മിനിറ്റ് കിട്ടുമെന്ന്. അത് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അല്ലേ. ഇതുപോലെ നമ്മള് കുറച്ച് കഴിഞ്ഞാൽ പറക്കുന്നതായിരിക്കും. നമ്മൾ പറക്കണല്ലോ, അന്നേച്ചിക്ക് പേടിയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, തീപ്പൊരു സാധനമാണ്. ഒരെണ്ണം ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ആ പറക്കണ സാധനം. അപ്പൊ പോയിട്ട് വരാം. ഗൈസ് അടുത്ത് നമ്മള് ബനാന റൈഡിനാണ് കയറാൻ പോകുന്നത് ഗൈസ്. ആക്ച്വലി ഇവർക്ക് എല്ലാവർക്കും ജസ്റ്റ് ഇത് കിട്ടി, വീഡിയോ കിട്ടി. എനിക്ക് മാത്രം കിട്ടി. ഞാൻ വണ്ടി കിട്ടിയ സന്തോഷത്തിൽ നേരെ അങ്ങറ്റം പോയി. ഞങ്ങൾ ഒരുമിച്ച് പോയോണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചാണോ വന്നത്? ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഞാൻ ഇവരെ കണ്ടിട്ട് ഇവരെ നോക്കാൻ പറ്റും. അഭിന് ഇങ്ങോട്ട് പോയി, ഞങ്ങൾ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഗൈസ് അങ്ങനെ നമ്മള് ബനാന റൈഡിന് കയറാൻ പോകുന്നു ഗൈസ്. എല്ലാരും റെഡിയല്ലേ? അയ്യോ, മൊബൈൽ കൈ സേഫ് ആണ് ഗൈസ്. പൊളി അന്നേച്ച് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. 4 പേര് ഒരുമിച്ച് പോയോണ്ട് കിട്ടില്ലായിരുന്നു. നമ്മൾ അടുത്ത് പാരാസൈലിംഗ് ചെയ്യാനാണ് പോകുന്നത്. നല്ല ചൂടുണ്ട്. നെക്സ്റ്റ് പാരാസൈലിംഗ്. ഇത് നമ്മൾ കപ്പിളായിട്ടാണ് ചെയ്യുന്നത്. 2 പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പോകുന്നു. ഇത് പട്ട് പൊങ്ങി തന്നെ നിൽക്കും. പട്ട് പൊങ്ങിയിരിക്കണൊക്കെ പേടിയാണ്. അതായത് നിൽക്കണത് പട്ട് തറയാലിരിക്കുമ്പോഴാ ഒരു സമാധാനം. പട്ട് ഇറുക്കി കെട്ടി വെക്കാൻ പറയല്ലേ, അപ്പൊ എവിടെയും ഇരിക്കണോന്ന് തോന്നുന്നു. ഇവര് ചെയ്യാൻ പോകുന്നു. ഗൈസ് അവര് ഭയങ്കര ദൂരെ നിൽക്കുന്നു. കണ്ട എമ്മട്ട് ഹൈറ്റിൽ നിൽക്കുന്നു. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നു. ഗൈസ് അവരെത്തി. ഇല്ലല്ലേ, കൊള്ളായിരുന്നാണ്. എങ്ങനെയുണ്ട്? ഒറ്റ
പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. വെള്ളം വെള്ളം പിടിച്ചിരിക്കണമെന്നില്ല. വെള്ളം താഴെ താഴെ നോക്ക്, താഴെ നോക്ക്. കിട്ടില്ല കിട്ടില്ല ഗൈസ്. Guys, നല്ല view, നല്ല view. ഒരു രക്ഷയില്ല ഗൈസ്. പേടി, ചെറിയൊരു പേടിയുണ്ട്. ബോട്ട് ബോട്ട് നമ്മുടെ ബോട്ട്. അലയേ അലയേ കാത്തിര അലയേ അലയൂ അലയൂനേ. അലയേ അലയേ കാട്ടില മഴയേ അലലേ. Guys, നല്ല രസമുണ്ട്. ഐ നമ്മള് കറക്കണ് guys. നമ്മള് കറക്കുന്നു. ഊഞ്ഞാലാടുന്നത് പോലെയുണ്ട്. ഞാൻ ജോഷനെ കാണിച്ചു തരാം. ജോഷനെ കണ്ട് ബോട്ടിൽ നമ്മുടെ താഴെ കൂടി ജെസ്കി പോണതല്ലേ. വണ്ടനാ വണ്ടനാ ഊരലര. I believe I can fly. I believe I can touch the sky. പാട്ടുകാരൊക്കെ ഉണ്ട്. Nice ആണ് ഇത്. Guys, ഞാൻ അടുത്ത് ഇതാണ് ചെയ്യാൻ പോകുന്നത്. പിടിച്ചാടി കിട്ടിയാ. ഡോൾഫിൻ 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 ഡോൾഫിൻ. ആളെ കൊണ്ട് മുക്കിയപ്പോ എന്റെ ശ്വാസം പോയി. നല്ല രസമുണ്ടായിരുന്നു guys. എനിക്ക് പേടിയായിട്ട് ശരിക്കും പേടിയായിട്ടിരുന്നു. കാരണം ഏറെ നിൽക്കണ് അയാളെ ഞാൻ അയാളാണെങ്കിൽ ഹോൾഡ് ചെയ്തു. പക്ഷെ ഞാൻ എനിക്ക് പേടിയായി. Nice ആയിരുന്നല്ലേ. പക്ഷെ ഇപ്പഴത്തെ എന്താ പുള്ളി പറഞ്ഞു ഡോൾഫിൻ ചെയ്തു. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് അത് തന്നെ അത്. ചെയ്ത് അതിന് താഴോട്ട് അത് തന്നെ ചെയ്ത് അതാണ് ഇവരുടെ ഞാൻ മുങ്ങിപ്പോയില്ലേ, അതാണ് ഡോൾഫിൻ. ലാസ്റ്റ് റൈഡ്. ആനി അങ്ങനെ പറഞ്ഞു. നമ്മൾ എങ്ങനെ പറക്കും അതിന്? ആനി നീ ഇത്ര ലെവലല്ലേ പറഞ്ഞു. എങ്ങനെ പറക്കാൻ പോകുന്നു. Air boys. പേടിയുണ്ടോ? സീരിയസ് രസമായിരിക്കും അത്. തെറിച്ച് പോകുമ്പോ ചെറിയ പേടി. സംഭവം എന്നറിയാമോ, നിങ്ങൾ തിരിഞ്ഞാണിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഈ തിരിഞ്ഞു കിടക്കും. ഓ മീൻസ് ഇങ്ങനെയല്ല, ഇങ്ങനെ എങ്ങനെ കിടന്നാലും കടലിൽ വീണ് നമുക്ക് നീന്താൻ അറിയാം. പേടിയാണ്. ഇതൊക്കെ നീന്താ അറിയാൻ കഴിച്ചു. ഇതിൽ നമ്മളിങ്ങനെ പറന്നു പോകും. ഇവർ രണ്ടൊരു കഴിച്ച് ഇതില് പറക്കാൻ പോണു. കേട്ടോ എങ്ങനെയെന്ന് അറിയത്തില്ല, അവര് പറഞ്ഞില്ല. ടെൻഷൻ ടെൻഷൻ. ഗൈസ്, അവരുടെ റോപ്പ് പൊട്ടിപ്പോയെന്ന് അവരെ തിരിച്ചുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ ഒരിക്കൽ കൂടെ കെട്ടുമായിരിക്കും. കെട്ടിയാൽ അവർക്ക് ഒരിക്കൽ കൂടെ റൈഡ് ചെയ്യാൻ പറ്റും. ഇവിടത്തെ വെതർ ഇവിടെ കുറച്ച് കാറ്റ് കുറവാണ്. അങ്ങ് ദൂരെ കാറ്റുള്ളതുകൊണ്ട് അവർ അവിടെ പോയി ചെയ്യുന്നു. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് ഒന്നും കാണുന്നില്ല. ദൂരെ നിൽക്കണം അവർ, ആ വലിയ ഷിപ്പിന്റെ അടുത്ത് നിൽക്കുന്നു. പോയതിൽ ഇതും ജസ്കിയാണ് ഏറ്റവും വെറുത്തായിട്ടുള്ള സാധനം. ആണോ? ഇല്ലേ? ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോയാൽ താഴെ കൊണ്ട് ഇടിക്കണം. പക്ഷെ വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? ഗൈസ്, നമ്മൾ രാവിലെയും കഴിച്ചില്ല, ഉച്ചയ്ക്കും കഴിച്ചില്ല, വൈകുന്നേരമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. വേറെ ടൈപ്പ് സ്റ്റേക്ക് അഭിന് ചിക്കൻ ബിരിയാണി. അത് ശരിക്കും ചിക്കൻ ബിരിയാണിന്റെ കറക്റ്റ് മണമുണ്ട്, പക്ഷെ ടേസ്റ്റ് ഇല്ല. പിസ്സ അന്നെ എപ്പോഴും അമേരിക്കൻ സ്റ്റൈൽ സാധനങ്ങൾ മാത്രം തന്നെ കഴിക്കും. ആരിത് പറഞ്ഞെന്ന് ചോദിക്കും. ആരിത് പറഞ്ഞു? നീയാ പറഞ്ഞു. ഇതിനകത്ത് കയറണമെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ സാധനം ഉണ്ട്. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഏത് ഡ്രസ് ഇട്ടാലും ഇത് ഏത് ഡ്രസ് ഇട്ടായാലും ഞങ്ങള് പാവാടയിലിട്ടിരിക്കണം. പാന്റ് ഇട്ടിരിക്കണം. നോക്ക് അച്ഛൻ പാന്റ് ഇട്ടിരിക്കണേ. ആണുങ്ങൾക്ക് ഇതുപോലെ ചെയ്യണം കേട്ടോ. നാട്ടിലെ ലുങ്കി ഷർട്ട് കൊടുത്തിട്ടുണ്ട്.
കേട്ടാലും കേട്ടാണോ ഇവിടുത്തെ എല്ലാ ടെമ്പിൾസിലും ഉണ്ടാവും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഈ സാധനം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് കയറാൻ പറ്റുള്ളൂ. അഭിനല്ലേ കണ്ടായിട്ടിരിക്കണം ഗോവയില് പോണ ഷർട്ട്. ഇവിടെ സൗണ്ട് നമസ്തേ എന്നൊക്കെ പറഞ്ഞു ഇരിക്കാൻ വരുന്നവർക്ക്. ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിൽ പോകുന്നു. പോയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് എനിക്ക് ബാലി ആയിട്ടാണ് തോന്നിയത്. ദുബായ് ഫസ്റ്റ്, സെക്കൻഡ് ബാലി. ദുബായുടെ അത്ര വരത്തില്ല, അത് ലക്ഷറി കളികൾ. അത് നമ്മുടെ ഡാനിയൽ ചാച്ചൻ കനിയുന്നോണ്ട് അത് ഫുള്ള് ലക്ഷറി കളികൾ, ഇത് ഫുള്ള് മറ്റേ നാച്ചുറൽ കളികൾ. എനിക്ക് നല്ല ബാലി നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ബാലി എന്തെന്ന് വെച്ചാ നമ്മുടെ കേരള വൈബ് അടിച്ച് അല്ലേ, ഇവിടെ നാച്ചുറൽ വൈബ് കിട്ടില്ല, ബീച്ചും കിട്ടില്ല, വാട്ടർ. കാരണം ഇന്നലെ പോയ ബീച്ച് എനിക്ക് വിഴിഞ്ഞം വൈബ് അടിച്ച്. അങ്ങനെ വൈബ് അടിച്ച്. ബീച്ചല്ല, വാട്ടർ ആക്ടിവിറ്റീസിനുള്ള ഒരു സ്ഥലം, ഒരു ഹാർബറിനടുത്ത്. ആനി വിഴിഞ്ഞ ഹാർബർ അടുത്തുണ്ടായിരിക്കും. അല്ല, അത് കാണാനും നമ്മുടെ നാട്ടിലത്തെ പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ നമുക്ക് ഐഡിയർ ഉണ്ടായിരുന്നു, നമ്മളത് ചെറുതായിട്ട് സ്കിപ്പ് ചെയ്ത് ഗൈസ്, കുറച്ചേരം ഉറങ്ങാന്ന് വിചാരിച്ചു. റിവർ റാഫ്റ്റിംഗ് റിവറിൽ ആദ്യം തുറന്നു കഴിഞ്ഞാൽ കല്ലൊക്കെ പോയി ഇടിക്കില്ലേ, ടയർഡായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു. ബോഡിയൊക്കെ നല്ലായിരുന്നു. വൈകുന്നേരമാണ് ഫ്ലൈറ്റ്, നമ്മൾ ഉച്ച വരെ ആണെന്ന് ഉറങ്ങിയിട്ടുണ്ട്. ജലദോഷം പിടിച്ച് ഗൈസ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചെറിയ പനി ഉണ്ടായി. ഇവിടെ വന്നപ്പോൾ അത് കൂടി, പിന്നെ അത് എക്സ്ട്രീം ലെവലായി, വീണ്ടും കുറഞ്ഞു, വീണ്ടും എക്സ്ട്രീം. ഇവിടെ നല്ല ക്ലൈമറ്റ് ഗൈസ്, വെയിലും ഇല്ല മഴയില്ല. നമ്മൾ അവിടെ മാത്രം ഐലൻഡിൽ പോയപ്പോൾ മാത്രം മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇന്ന് മാത്രം ഇച്ചിരി വെയിൽ വന്നു, അല്ലാതെ ഉച്ചയൊന്നും വെയിലില്ലായിരുന്നു. ഓരോ ഫണ്ണുകളെ ഞങ്ങളിത് കഴിച്ച് തീർത്തേ, ഫോട്ടോ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ അത് നല്ലതാണ് കൊള്ളാന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഫുള്ള് നിറച്ചുകൊണ്ടുവന്നു. ഇത് കണ്ടോ, നമ്മളെ അവിടുത്തെ ടാക്സിയിലൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് മിഠായി, ഇവിടെ ഒരു ടിഷ്യൂ, ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇടാറുണ്ട്. പിന്നെ വെള്ളം എല്ലായിടത്ത് വെച്ചിരിക്കും അവര്. നമ്മുടെ ടൂറിസ്റ്റ് അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരിക്കും. നമ്മള് പോവുകയാണ്, നമ്മളെ എയർപോർട്ടിലെത്തി. 4 ദിവസം നമ്മളെ സേഫ് ആയിട്ട് നമ്മുടെ പ്ലൂട്ടോ ചേട്ടനെ എത്തിച്ചു. പിന്നെ ഒരു 9 മണിക്കൂർ ജേണി ഉണ്ട് ഇവിടെ നാട്ടിലോട്ട്. ട്രോമയാണ് 9 മണിക്കൂർ കേൾക്കുമ്പോൾ തന്നെ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് നല്ല കഞ്ഞിയും മീൻകറിയൊക്കെ കഴിക്കണം നല്ല ആഗ്രഹം. എല്ലാ ട്രിപ്പിനും പോയാലും അവതാരം പറയും മീൻകറി. നാട്ടിലുള്ള ഫുഡ് തന്നെ. നാട്ടിലെ ഫുഡ് എന്ന് പറയും. അതറിയാമോ, പുറത്തു പോകാൻ പറ്റാത്ത മെയിൻ റീസൺ എന്താ അറിയാമോ? പുറത്ത് താമസിക്കാൻ ഇഷ്ടമില്ലാത്ത. പുറത്ത് പോയാൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കണം. 2 ദിവസം ഉണ്ടാക്കിയപ്പോൾ ഊപ്പാട് പോയി. എന്തുകൊണ്ട് നാട്ടില് ജോലി ചെയ്തിട്ട് വെളിയിൽ കറങ്ങാൻ പോണം, അതാണ് എന്തുകൊണ്ടും നല്ലത്. 2 നേരം വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് അടുക്കളയിൽ ഒന്ന് എത്തി പോലും നോക്കിയില്ല. ജീവിച്ചാ പോരെ. ഇവിടെ കെട്ടണമേ ചത്ത്. അതിന് ഞാൻ കെട്ടിയാ തന്നെയല്ല. ഫ്ലവേഴ്സ് ഞാൻ വിചാരിച്ച ഒരു തൂക്കിട്ട് പോകുമ്പോൾ ഭാഗ്യം കൊണ്ട് മലേഷ്യയില് ചെല്ലുമ്പോ അറിയാം. എല്ലാ സ്ഥലത്തും കയറിയിട്ട് ട്രിവാൻഡ്രത്ത് വാങ്ങിച്ചേക്കുന്നത്. ഗൈസ്, നമ്മൾ മലേഷ്യൻ എയർപോർട്ടിൽ വന്നപ്പോൾ നമുക്ക് 2 മണിക്കൂർ ലേവർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കുവാണ്. ഇവിടെ ഇതിനകത്തുണ്ട് ഫോർക്കുണ്ട്. നമ്മൾ 2 ഫ്ലേവറാണ് എടുത്തത്. ഏതൊക്കെയോ ഫ്ലേവർ പേര് പോലും അറിയത്തില്ല. ചെബാങ്കു എന്നൊക്കെ എഴുതിയിരിക്കുന്നത്.
ഇത് കറി എന്നാ എഴുതിയിരിക്കുന്നത്. കറി ഫ്ലേവർ ചില്ലി കാമ്പൂമ്പൂ എന്തോ എന്തോ ഗൈസ് അറിയത്തില്ല, വിശപ്പ് തീർത്താ പോയി. നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. എന്ത് സന്തോഷല്ലേ. എനിക്ക് അതിന് സന്തോഷം അറിയാമോ? നല്ല ഫുഡ് കഴിക്കണം, നല്ല ചോറും നല്ല കറിയും നല്ല നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. നമ്മൾ രാത്രി എത്തും, 12 മണിക്ക് എത്തും. ഞാൻ രാവിലെ 6 മണിക്ക്. കാര്യം അറിയാമോ, നമ്മൾ 12 മണി എത്തുമല്ല, എനിക്ക് 6 മണിക്ക് കൊച്ചി പോകണം. വേറൊരു കാര്യം അറിയാമോ? ഞാൻ പോകും. നിങ്ങൾ എല്ലാവരും എനിക്ക് മാനേജ് ചെയ്യണം. നമ്മൾ ഇതുപോലെ ട്രിപ്പ് എന്തെന്ന് വെച്ചാൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് ബിസിനസ് എന്താണെങ്കിലും നമ്മൾ അതും കൂടെ മാനേജ് ചെയ്യണം ഗൈസ്. എങ്കിലേ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്ങനെ നീ പട്ടിപ്പണി ഇതുവരെ ഞാൻ safe ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ റോസ് തൂക്കാൻ പറ്റുന്നില്ല. A few hours later. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്തി. എമിഗ്രേഷൻ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഫ്ലൈറ്റ് ഇല്ലേ, ഞാൻ അച്ചാച്ചന്റെ ബനിയെല്ലാം ഊരി വഞ്ചെടുത്തിട്ട് എന്റെ ബനി ഇട്ടിരിക്കും. ഞാൻ 2 ബനി ഇട്ടിട്ടാണ് തണുപ്പ് കാരണം. എനിക്കറിയാം നല്ല തണുപ്പായിരിക്കും. നമ്മുടെ എയർപോർട്ടിൽ ആരും ഇല്ല പുറത്ത്. പെട്ടെന്ന് ഇമിഗ്രേഷൻ ഒക്കെ പെട്ടെന്നായി കണ്ട. എല്ലാം ഫാസ്റ്റ് ആക്കി. വേറെ കാര്യമുണ്ട്, മറ്റേ ദുബായ് ബേസ്ഡ് എല്ലാ സാധനങ്ങളും ക്യാൻസൽ ആണ്. കണ്ട എല്ലാ ഫ്ലൈറ്റും സംഭവം ക്യാൻസൽ ആയി. അതുകൊണ്ടായിരിക്കും.